ഞാൻ ഡോക്ടർ എലിസബത്ത് സിറിയക്, റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങൾ അഥവാ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു സമയത്താണ് കുഞ്ഞിൻ്റെ പ്രധാനമായ അവയവങ്ങൾ വളരുന്ന ഒരു സമയം. ഈ ഒരു സമയത്താണ് മാക്സിമം ആയിട്ട് അബോർഷനും വരാനുള്ള സാധ്യതകൾ. അവസാനത്തെ മാസമുറ വന്ന ദിവസം തൊട്ട് 14ാമത്തെ ആഴ്ച വരെയാണ് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ പ്രഗ്നൻസിയുടെ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യിപ്പിക്കും. പിന്നെ നമ്മുടെ ഡോക്ടർ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങൾ വരെ നമ്മൾ കഴിക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഫുഡ് എല്ലാ 2 മണിക്കൂറും ഇടവിട്ട് കഴിക്കാനാണ് നമ്മൾ പറയുന്നത്. ഓക്കാനം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കാം. ഛർദിക്കുള്ള ടാബ്ലറ്റ്സും ഒക്കെ നമുക്ക് കഴിക്കാം. പ്രഗ്നൻസിയിൽ സേഫാണ്. പിന്നെ 11 ആഴ്ച തൊട്ട് 14 ആഴ്ചക്കുള്ളിൽ ചെയ്യേണ്ട ഒരു മേജർ സ്കാൻ ഉണ്ട്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അഥവാ NT സ്കാൻ. ഇത് കുഞ്ഞിന് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം പോലെ അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു സ്കാൻ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങൾ.